ഇത് വാങ്ങിച്ച മുതലാളി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കൊണ്ടിട്ടിരിക്കുന്നതാണോ? അല്ലല്ലോ, ഇത് ഫുള്ളി ഇലക്ട്രിക് ട്രക്കാണ്. ഇത് കണ്ടോ ഗൈസ്, നോക്കൂ, സ്കാനിയയുടെ അണ്ടർവെയർ വരെ വിൽക്കാം. പെട്രോൾ എഞ്ചിൻ ബസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇതേ കാണാം. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. സ്കാനിയ കമ്പനി സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ ടയറിൽ പിടിക്കുന്നോ? മറിഞ്ഞു കുത്തി വീഴൂലേ? 1991 ഇറക്കിയ ഒരു ട്രക്കാണ്. ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അയ്യോ, എന്ത് ഫിനിഷിംഗ് ആണ്! എന്റെ ടൊയോട്ട ഫോർച്യൂണറിൽ പോലും ഇല്ല ഇത്രയും ഫിനിഷിങ്. ഗുഡ് മോർണിംഗ്. യെസ്, നമ്മൾ ഇന്ന് സ്കാനിയയുടെ ഫാക്ടറി പോവാണ്. പണ്ട് ഫാക്ടറി അല്ല, സോട്ടോ മ്യൂസിയത്തിലാണ് പോകുന്നത്. പണ്ട് മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് സ്കാനിയയുടെ പ്ലാന്റ് ഒക്കെ പോയി കാണണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് സ്കാനിയയുടെയും വോൾവോൻ്റെയും ഐക്യയുടെ ഒക്കെ നാട്ടിലാണ്. സ്കാനിയയും വോൾവോയും ഐക്യയൊക്കെ ഉണ്ടായ ആ രാജ്യം സ്വീഡിഷ് സുന്ദരി സ്കാനിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കാനിയൊക്കെ പണ്ട് KSRTC ബസ് ഇറക്കിയപ്പോഴത്തേക്കിനും അയ്യോ എന്ത് ലുക്കായിരുന്നു. അവസാനം എന്താ, KSRTCയും പ്ലസ് സ്കാനിയയും പൂട്ടിപ്പോയി. സ്കാനിയ കമ്പനി മൊത്തത്തിൽ ഇന്ത്യയെ പൂട്ടിപ്പോയി. ബസ്സും ട്രക്കും ഒക്കെ വിൽപ്പന നിർത്തി. ഇപ്പോൾ ആർക്കും വേണ്ടാതായി. കാരണം എല്ലാവർക്കും വോൾവോ മതി. അത് മാത്രമല്ല, നമ്മുടെ സ്കാനിയ വോൾവോ പോലെയുള്ള വണ്ടികൾക്ക് ഭയങ്കര വിലയാണ്. ആ വിലയൊന്നും താങ്ങാൻ നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സ് പറ്റുന്നില്ലാത്തതിൻ്റെ ഒരു റീസണും കൂടിയാണ്. നമ്മളിപ്പോഴും ലെയ്ലൻഡിൻ്റെ ഗിയർ മാറി ഇങ്ങനെ ഡ്രെന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കാൻ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും ടെക് ട്രാവലിൻ്റെ KLTക്ക് പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ഗോ ടു സ്കാനിയ. രാവിലെ ചെക്കൗട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂമിൻ്റെ കീ ഇടുക, എന്നിട്ട് നമ്മുടെ റൂം നമ്പർ എൻ്റർ ചെയ്യണോ? യെസ്, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ, വേറെ പരിപാടി ഒന്നുമില്ല. എക്സിറ്റ് പരിപാടി കഴിഞ്ഞു. ശരിക്കും ബസ്സുകളുടെ ലോകത്ത് വോൾവോൻ്റെ അത്രയും സ്കാനിയ വരത്തില്ല എന്നുണ്ടെങ്കിലും സ്കാനിയ ബസ് ഭ്രാന്തന്മാർക്കിടയിൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇന്ന് ഭയങ്കര ഒരു വിൻഡി ഡേ ആണെന്ന് തോന്നുന്നു. രാവിലെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കാറ്റും. ഇവിടെ ടൈം സോൺ വ്യത്യാസമുണ്ട്. ഇവിടെ സമയം ഇപ്പോൾ രാവിലെ 7 മണിയായി. രാവിലെ 7 മണിക്ക് തന്നെ എന്താ പറയുക, നേരമൊക്കെ വെളുത്ത് കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ നിന്നൊരു അണ്ടർഗ്രൗണ്ട് മെട്രോ എടുത്തിട്ട് നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ പോയിട്ട് മെയിൻ ട്രെയിൻ എടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാനിയ രാജ്യത്തേക്ക് എത്തും. അതായത് സ്കാനിയ നഗരം, സ്കാനിയ ഉത്ഭവിച്ച ആ നഗരം. ഇവിടെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. 75 മിനിറ്റ്സാണ് ഒരു ടിക്കറ്റിൻ്റെ. അല്ലെങ്കിൽ അതായത് ഒരു തവണ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 75 മിനിറ്റ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. രാവിലെ തന്നെ സ്റ്റേഷനിലൊക്കെ ഭയങ്കര തിരക്കാണല്ലോ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ പല സ്ഥലത്തും ഇഷ്ടം പോലെ പോലീസുകാരാണ്. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ ധാരാളം പോലീസുകാർ തോക്കും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട്, ശരിക്കും അങ്ങനെയൊന്നും പതിവ് സാഹചര്യങ്ങൾ കാണാത്ത സ്ഥലമാണ് ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ. പല സ്ഥലത്ത് പലതരത്തിലുള്ള ഫോഴ്സുകൾ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടു. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഈയിടയ്ക്ക് ഖുറാൻ കത്തിച്ച ഒരാളെ വെടിവെച്ച് കൊന്നത് ഇവിടെ സ്വീഡനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിലേറ്റഡായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ടൈറ്റ് സെക്യൂരിറ്റിയാണ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇവിടെ ബുറക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ബുറക്ക്. അപ്പോൾ ആ സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. ചൂടാണ്. ഇത് ബീഫുണ്ട്, പിന്നെ ചീസുണ്ട്, പിന്നെ ടർക്കി ഹാമുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി. ഹെവി അല്ലേ? അവിടെ ആ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താ സംഭവം അറിയാമോ? അത് ആളുകൾ രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സ്ഥലം. എല്ലാ കുന്തമുണ്ട് അവിടെ. നമ്മുടെ മലറിൻ്റെ പേരിൽ ഇവിടെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, മലർ ടാഗ്. ചളി, സോറി, വെറുതെ ഇനി ചളി അടിക്കില്ലേ, വെറുതെ ചളി അടിച്ചത്, സോറി ഗൈസ്. ഇതിവിടുത്തെ റീജിയണൽ ട്രെയിനാണ്. ചെറിയ ദൂരങ്ങളിലൊക്കെ പോകുന്ന റീജിയണൽ ട്രെയിനാണ്, സിറ്റി ടു സിറ്റി പോകുന്ന ട്രെയിൻ. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് 20 മിനിറ്റ്സിൽ എനിക്ക് എൻ്റെ സ്റ്റേഷനിൽ എത്താൻ പറ്റും. 20 മിനിറ്റ്. മലർ ടാഗ് എന്തല്ലേ, മലർ ടാഗ് ഉണ്ട്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് 2 ഡബിൾ ഡെക്കർ സെറ്റപ്പുകളാണ്. ഡബിൾ ഡെക്കർ എന്ത് കിട്ടില്ല ട്രെയിനല്ലേ. സീറ്റൊക്കെ കണ്ടോ, ഇൻറ്റീരിയർ ഉണ്ടല്ലേ, എന്ത് ഫിനിഷിങ്ങാണ്. നമുക്ക് വിമാനത്തിലെ ബിസിനസ് ക്ലാസ് സീറ്റ് മാറി നിൽക്കും, അത്ര സെറ്റപ്പ്. വാവ്, ഇവിടെ എന്താണിത്, ബോട്ടുകൾ ഉണ്ടാക്കുന്ന സ്ഥലമോ എന്താണെന്ന് അറിയില്ല. അവിടെ കുറേ യാട്ടുകളൊക്കെ കിടക്കുന്നു. ബോട്ട് ഉണ്ടാക്കുന്ന സ്ഥലമല്ലോ ആണോ? അങ്ങനെ നമ്മൾ സോഡർറ്റാലിയ എന്ന് പറയുന്ന ആ സ്കാനിയ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ട്രെയിനിലുണ്ടായിരുന്ന 90% ആൾക്കാർ ഇവിടെ ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഈ സ്കാനിയയിലെ പല കമ്പനികളിൽ ജോലി ചെയ്യുന്ന വരാൻ തോന്നുന്നു. ഇവിടെ നമ്മൾ ഫ്രാൻസിൽ ടുലൂസിൽ എയർബസിൻ്റെ അവിടെ പോയില്ലേ, അതേപോലെ തന്നെയാണ്. അതായത് സ്കാനിയ ബസ്സും ട്രക്കും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഈ സ്കാനിയയുടെ ബസ്സിനും ട്രക്കിനും വേണ്ട റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന പല കമ്പനികൾ, ധാരാളം കമ്പനികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ധാരാളം ഇന്ത്യക്കാർ, മലയാളി അടക്കമുള്ള ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്.
അപ്പോൾ അതുകൊണ്ട് ധാരാളം കമ്പനികളുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സോഡർറ്റാലിയ എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇത് രാഹുൽ ഇവിടെ സ്കാനിയയിൽ വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ 4 വർഷമായിട്ട്. അതിനു മുമ്പ് UK മറ്റേ ഇവിടെ ആയിരുന്നു, എന്താ പറയുക, ജാഗോറിലായിരുന്നു. ഇത് അനീഷ് എൻ്റെ നാട്ടിലുള്ള കഴിഞ്ഞ കുറേ വർഷമായിട്ട് 10 വർഷത്തോളമായിട്ടുള്ള ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, അനവണ്ടി ബ്രോമറാണ്. ഇപ്പോൾ ഇവിടെ സ്കാനിയ റിലേറ്റഡ് ആയിട്ട്, സ്കാനിയയിലല്ലല്ലോ നീ എഴുതാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടി ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ മൊത്തം സ്കാനിയാണല്ലേ. ഞാൻ ട്രെയിനിൽ വന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, അവരൊക്കെ ഇവിടെ മറ്റേ പല ഫാക്ടറികളിലേക്ക് കയറി പോകുന്നു. അതായത് സോഡർറ്റാലിയ എന്നല്ലേ ഈ സ്ഥലത്തിന്റെ പേര്, അങ്ങനല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്? സോഡർറ്റാലിയ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം, ആ സ്ഥലത്ത് 1913 11 എന്നറിയില്ല, ആ സമയത്താണ് അല്ലേ, ആ സമയത്തല്ലേ 1911 സ്കാനി ആരംഭിക്കുന്നത്. വാബിസ് എന്ന് പറയുന്നത് അന്ന് ഇവിടുത്തെ ലോക്കൽ സോഡർറ്റാലിയ കമ്പനിയായിരുന്നു. അപ്പോൾ സ്കാനിയ എന്ന് പറയുന്ന ഒരു കമ്പനിയും വാബിസും കൂടി ചേർന്ന്, ഇപ്പൊ മാരുതി സുസുക്കി നമ്മൾ പറയത്തില്ലേ, അതേപോലെ ചേർന്ന് സ്കാനിയ വാബിസ് എന്ന് പറഞ്ഞൊരു കമ്പനി രൂപവൽക്കരിച്ച് ഇനീഷ്യലി ഇവർ കാറൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കാർ അങ്ങനെ പല സംഭവം ഉണ്ടാക്കുമായിരുന്നു. മിലിറ്ററി വെഹിക്കിൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് World War I ൻ്റെയും 2 സമയത്തൊക്കെ സ്വീഡിഷ് പട്ടാളത്തിന് വേണ്ടി. പിന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ട്രക്കുകളിലും ബസ്സുകളിലുമാണ്. നല്ല അടിപൊളി വോൾവോയുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇവരുടെ മെയിൻ കോമ്പറ്റീറ്റർ, വൺ ഓഫ് ദ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് വോൾവോ ആണ്. അവരുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രക്കുകളാണ് ബേസിക്കലി ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ബസ്സുകളും ഉണ്ട്. സ്കാനിയുടെ നാട്ടിൽ കൊണ്ടുപോയി വോൾവോയുടെ സർവീസ് സെന്റർ ആണോ അത്? സർവീസ് സെന്റർ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടല്ല. പിന്നെ ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, വോൾവോ തന്നെയാണ് എല്ലായിടത്തും ഉണ്ടല്ലോ. വോൾവോയും സ്വീഡൻ ആണല്ലോ. ഇതെന്താ കാണുന്നേ? സ്കാനിയുടെ ടെക്നിക്കൽ സെന്റർ, അതായത് R&D സെന്ററുകൾ. ഇത് മൊത്തം സ്കാനിയാണ് ഗൈസ്. ഇതേപോലെ ആയിരിക്കും നമ്മൾ ഐക്യയുടെ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കിനും അവിടെ കാണുന്നത് മൊത്തം ഐക്യയുടെ സംഭവങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഇവിടെ സ്വീഡനിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്കാനിയ എന്ന് പറയുന്ന കമ്പനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആരംഭിച്ച് വളരെ നല്ല രീതിയിൽ ബസ്സുകളും ട്രക്കുകളും ഒക്കെ ഇന്ത്യയിൽ സെല്ല് ചെയ്ത് വോൾവോയുമായിട്ടൊക്കെ കോമ്പറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റീസൺസ് കാരണമാണ് ഇവര് നിർത്തി വന്നത് എന്ന് പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടില് കാര്യമായിട്ട് പ്രീമിയം വണ്ടികൾക്ക് ഡിമാൻഡ് ഇല്ല എന്നുള്ളൊരു റീസൺ. പക്ഷെ അത് അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഞാൻ ഇന്റർനെറ്റിൽ പരതിയ സമയത്ത് ഞാൻ കണ്ടൊരു ന്യൂസ് ആർട്ടിക്കിളാണ്, ഇവിടുത്തെ യൂറോപ്യൻ മാധ്യമത്തിൽ കണ്ടൊരു ന്യൂസ് ആർട്ടിക്കിളാണ്. ഇന്ത്യയിൽ കൈക്കൂലി കൊടുക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതായത് ഇവിടുത്തെ ഈ സ്കാനിയുടെ അതോറിറ്റീസ് ഇവിടെ വന്ന് നടത്തിയ, ഇവിടുത്തെ സ്വീഡിഷ് ഇതിനു വേണ്ടി നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഭയങ്കര അലിഗേഷൻസ് ആണ്. ആലോചിച്ച് നോക്കണേ, ഇന്ത്യയിൽ കൈക്കൂലി കൊടുക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ അവര് ബ്രൈബ് കൊടുത്ത്, അതായത് 7 or 8 സംസ്ഥാനങ്ങളിൽ മാറി, അതായത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മാറി ബ്രൈബ് ചെയ്തിട്ടാണ് അവർ ഓരോ ബസ്സുകൾ സെല്ല് ചെയ്യുന്നതിനുള്ള പെർമിറ്റുകളും മറ്റുമൊക്കെ നേടിയെടുത്തതെന്നാണ് പറയുന്നത്. അതെനിക്കറിയാം. കാരണം ഒരു പുതിയ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും ആ വണ്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ എന്തോ ഒരു MVD ഒരു അപ്രൂവൽ കിട്ടണം. റീസെന്റ് ടൊയോട്ടയുടെ ഒരു മറ്റേ ഐലക്സ് ഇറങ്ങിയ സമയത്ത് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ കർണാടകത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതിന്റെ പിറകിൽ വേറെ കുറെ റീസൺസ് ഉണ്ടാവുമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല, കാരണം സോഴ്സ് ഇല്ലാതെ പലതും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല അലിഗേഷൻസ് ആണ് നമ്മുടെ നാട്ടിൽ നിന്നും ഈ ഒരു കമ്പനി നിർത്തിപ്പോയതിനു ശേഷം അവര് ഇവിടെ അവരുടെ നാട്ടിൽ വന്നിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ആലോചിച്ച് എന്ത് നാണക്കേടാണെന്ന്. കൈക്കൂലി കൊടുക്കാതെ ഒരു സ്ഥാപനത്തിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല, അവരവിടെ നിർത്തിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പം എനിക്കറിയില്ല. അത് പത്രത്തിൽ വായിച്ച വാർത്ത മാത്രമാണ്. ഇതിലുപരിയായിട്ട് വേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പൊ ഫോൺ നിർത്തിപ്പോയ കാര്യങ്ങൾ നമുക്കറിയാം. മേ ബി ഡിമാൻഡ്സ് കുറഞ്ഞത് കൊണ്ടും ആയിരിക്കാം, നമുക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. സ്കാനിയുടെ ഫൈനൽ അസംബ്ലി കാണാൻ പറ്റത്തില്ല. കോമ്പണന്റ്സും വന്നിട്ട് ഇവിടെയാണ് ഫൈനൽ അസംബ്ലി. അതായത് ഷാസി പോട്ടുന്ന ബസ്സും ട്രക്കും ഒക്കെ ഉണ്ടാക്കുന്നല്ലേ. ട്രക്ക് എന്താണ് സ്കാനിയൊക്കകത്തുനിന്ന് വോൾവോയുടെ ട്രക്കൊക്കെ ഇറങ്ങി വരുന്നത്? അത് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ ടാറ്റാനെ കണ്ടുപിടിക്കണം. ടാറ്റയുടെ കമ്പനികളിലെല്ലാം ടാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രക്കും സംഭവങ്ങളും. ടാറ്റയുടെ കാറൊന്നും ഒരിക്കലും അശോക് ലൈലൻഡിന്റെ ട്രക്കിൽ കയറ്റിക്കൊണ്ടുപോകത്തില്ല. ടാറ്റയുടെ ട്രക്കിൽ മാത്രമേ അവർ കയറ്റിക്കൊണ്ടുപോകുള്ളൂ. ഇവിടെ ഇപ്പോൾ ട്രക്ക് മാത്രമേ പോളണ്ടിലേക്ക് മാറ്റി ബസ് പ്രൊഡക്ഷൻ. ആണോ? ഇത് എന്തൊരു ഓഫീസുകളാന്ന് നോക്കിയേ. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ ജപ്പാനിലെ മറ്റേ ഫ്യൂജിയുടെ സ്ഥലത്ത് പോയില്ലേ, ഫ്യൂജി ഫിലിം ഉണ്ടാക്കുന്ന അവിടെ ചെന്നപ്പോൾ ഇതേപോലെ ആയിരുന്നു. ആ ഒരു സിറ്റി മൊത്തം, ആ ഒരു നഗരം മൊത്തം ഫ്യൂജി ആയിരുന്നു. സ്കാനിയുടെ നഗരത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും സ്കാനിയ ബസ്സാണ്. കഴിച്ച് നോക്കൂ, ഇവിടെ മൊത്തം സ്കാനിയുടെ ബസ്സുകളാണ്. നോക്കിയേ, അടിപൊളി.
ഇതാണ് ഇവിടുത്തെ ഹെഡ് ഓഫീസ്, CEO ഇരിക്കുന്ന സ്ഥലം അല്ലേ. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ മുമ്പിൽ ഒരു ലേക്ക് ഒക്കെ ഉണ്ട്. ആ ഒരു ലേക്കും കാര്യങ്ങളും സൈഡ് ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നമുക്ക് മ്യൂസിയത്തിൽ പോകാം. ഇത് എന്തിനായിരിക്കും ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? ഇത് വാങ്ങിച്ച മുതലാളി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കൊണ്ടിട്ടിരിക്കുന്നതാണോ? അല്ലല്ലോ, അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ വാങ്ങിച്ച വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ശരിയാക്കിയില്ലെങ്കിൽ ഹെഡ് ഓഫീസിന് മുമ്പിൽ കൊണ്ടിടും. നമ്മൾ മറ്റേ കണ്ടിട്ടില്ല ആൾക്കാർ പ്രതിഷേധമൊക്കെ ചെയ്യുന്നത്, മറ്റേ ഫ്ലെക്സ് ഒക്കെ ഒട്ടിച്ച്. എന്തായാലും ഇവരുടെ സ്കാനിയ കമ്പനിയുടെ ആ ഒരു CEO ഇരിക്കുന്ന ഓഫീസിൻ്റെ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ എവിടെയോ ആണ് ഇവരുടെ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മുമ്പിൽ നമുക്കിവിടെ ലേക്ക് കാണാം. ആ ലേക്കിന്റെ പേര് സ്കാനിയ ലേക്ക് എന്നാണോ അങ്ങനെ എന്തെങ്കിലും വരും. അങ്ങനെ സ്കാനിയയുടെ ഓഫീസിന്റെ മുമ്പിലെത്തി. നിങ്ങൾ സ്കാനിയയുടെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ കാണുന്ന സാധനം ഇത് കണ്ട, ഇതാണ് സ്കാനിയയുടെ ലോഗോ എന്ന് പറയുന്നത്. ഈ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സോഡർറ്റാലി എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ കോട്ട് ഓഫ് ആംസിൽ ആ ഫ്ലാഗ്, ആ കോട്ട് ഓഫ് ആംസ് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തിനും ഉണ്ട്. ആ കോട്ട് ഓഫ് ആംസിൽ നിന്ന് എടുത്ത ഒരു ഗ്രിഫിനാണ് ആ ഒരു ലോഗോ ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഈ സ്ഥലത്തിന്റെ കോട്ട് ഓഫ് ആംസിന്റെ ഗ്രിഫിനാണ് ഈ ഒരു ലോഗോ ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ട്രക്ക് ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. ഇത് ഫുള്ളി ഇലക്ട്രിക് ട്രക്കാണ്. അതായത് ഫുള്ളി ഇലക്ട്രിക്. എനിക്ക് തോന്നുന്നു ഇത് അൾട്രാ ഹെവി ഡ്യൂട്ടി ട്രക്ക് ആയിരിക്കും. ഇവർ പറയുന്നത് ഇതിന് എനിക്ക് തോന്നുന്നു എത്ര റേഞ്ച് പറയുന്നത്? 500 കിലോമീറ്ററോ? അത് ഫാസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാലേ, അതായത് ഈ ഫുൾ ലോഡൊക്കെ ആയിട്ട് ഈ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ലോഡിനനുസരിച്ച് അതിന്റെ റേഞ്ച് കപ്പാസിറ്റി ഒക്കെ മാറും. ആണോ? അടിപൊളി. ആ ഫുള്ളി ഇലക്ട്രിക് ട്രക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇത്രയും ലോഡും വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന, അതായത് ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ള ട്രക്ക്. ഇനിയിപ്പോൾ ഇലക്ട്രിക്കിന്റെ യോഗം ഇങ്ങനെ മാറി മാറി വരുമല്ലേ, അതപ്പോൾ അവരിവിടെ ഇങ്ങനെ അതിങ്ങനെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ നാട്ടില് പ്രശ്നം എന്ന് പറയുന്നത് ടാക്സ് ആണല്ലോ. അതായത് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് എത്ര % ടാക്സ് ആണ്. ഈ ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1.5 വിലയാവും. അതായത് നമ്മുടെ സ്കാനിയ ബസ്സുകളൊക്കെ നാട്ടിൽ വിറ്റുകൊണ്ടിരുന്ന ഏകദേശം 1.5 കോടി രൂപയ്ക്കൊക്കെയാണ്. അതേസമയം വോൾവോ കുറച്ചുകൂടെ ചീപ്പായിരുന്നു, കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരുന്നു. അതായത് ഇതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് ഒടുക്കത്തെ ടാക്സില്ലേ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഗവൺമെൻറ് വാങ്ങിക്കുന്നത്. അതുകൊണ്ടല്ലേ മര്യാദയ്ക്ക് ഒരു വാഹന വിപണിയും ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാത്തത്. എന്താണ് അത്? ഭയങ്കര പ്രശ്നമല്ലേ. ഇപ്പോൾ ട്രംപ് ചെയ്ത പോലെ തന്നെ എന്താ പറയുക, ഇന്ത്യയിലേക്ക് ട്രംപ് ചെയ്ത എന്താ, ഇപ്പം ഇമ്പോർട്ട് ടാക്സ് ഇന്ത്യ എന്നുള്ള സാധനങ്ങൾക്ക് 100% ആക്കുന്നവർ ഇന്ത്യനെ പിടിപ്പിച്ചു. അതേപോലെ എല്ലാ രാജ്യങ്ങളും ചെയ്യണം, എന്നാലേ ഇന്ത്യ ടാക്സ് കുറയ്ക്കുകയുള്ളൂ. എമ്മാതിരി ടാക്സാണ്. നമ്മളൊരു വണ്ടി വാങ്ങുമ്പോഴത്തേക്കിനും ആ വണ്ടിയുടെ ടാക്സ് എന്താണ്? ഇപ്പോൾ നമ്മൾ ടൊയോട്ടയുടെ വണ്ടികൾ വാങ്ങിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര റിലയബിളാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്തുകൊണ്ടാണ്? ഒടുക്കത്തെ ടാക്സാണ്. ഏത് വണ്ടി എടുത്താലും എന്ത് ടാക്സാണ് വാങ്ങിക്കുന്നത്? കൊല്ലണ ടാക്സല്ലേ വാങ്ങിക്കുന്നത്. അതുകൊണ്ടെന്താ, നല്ല വണ്ടികളും ബ്രാൻഡുകളും ഒന്നും ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കില്ല, വരില്ല. നമ്മളങ്ങനെ ഇവരുടെ ആ ഒരു മ്യൂസിയത്തിനകത്തേക്ക് വന്ന് കയറി. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സുവനീർ ഷോപ്പൊക്കെ ഉണ്ട്. ഇതിനകത്ത് ആദ്യമേ തന്നെ ഇവരുടെ ചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. 1891 മുതൽ ഇവരുടെ ഒരു സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടുണ്ടാക്കിയിരിക്കുന്ന ബസ്സുകളും മറ്റൊക്കെയാണ് കാണുന്നത്. ശരിക്കും ഇവർ ബസ്സും ട്രക്കും മാത്രമല്ല, ഇവർ ഡീസൽ എഞ്ചിനും ഉണ്ടാക്കി വെക്കുന്നുണ്ട് അല്ലേ. ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കി ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ മറ്റുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇവർ ഓരോ വർഷവും ഓരോരോ പ്രോഡക്റ്റുകൾ ഇറക്കിയതിൻ്റെ ഒരു ടൈം ലൈനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനും വേണ്ടിയുള്ള സ്കാനിയയുടെ ടോയ്സ് ഒക്കെ ഇവിടുണ്ട്. അത് മാത്രമല്ല, അത് സ്കാനിയ ഫാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലുള്ള ഹുഡീസും പിന്നെ കുഞ്ഞി കുപ്പായങ്ങളും തൊപ്പിയും പിന്നെ എന്തിന് കൊച്ചുകൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്കാനിയയുടെ ഇതുപോലുള്ള സാധനം വരെ ഉണ്ട്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണല്ലോ അല്ലേ? ഇത് എത്ര യൂറോ വരും? ഇത് 80. ഇത് കണ്ടോ ഗൈസ്, നോക്കൂ, സ്കാനിയയുടെ അണ്ടർവെയർ വരെ വിൽക്കാം. ഇത് എന്തോന്നാണ് ഇവര് ബസ്, ഇത് നിങ്ങളിതൊക്കെയാണ് ഇവിടെ പരിപാടി. സ്കാനിയയുടെ അണ്ടർവെയർ സോക്സ് ഫുൾ സ്കാനിയാണല്ലോ ഇവിടെ. സ്കാനിയയുടെ ബെൽറ്റ്, തൊപ്പി, ഹുഡീസ്, ടീഷർട്ട്, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. മ്യൂസിയത്തിനകത്ത് കയറുമ്പോഴത്തേക്കിനും നമുക്ക് തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള എഞ്ചിനുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. സ്കാനിയ വ്യാബിസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവർ പലതരത്തിലുള്ള എഞ്ചിനുകളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ ട്രക്കുകളും പിന്നെ ഇഷ്ടംപോലെ വണ്ടികൾ നമുക്കിവിടെ കാണാം. ഇത് വേണ്ടോ, ഇതെന്താ സംഭവം പറഞ്ഞാൽ കമ്മിറ്റി ഇന്റർനാഷണൽ ജനീവ. എനിക്കൊന്ന് ഇത് റെഡ് ക്രോസിന് ചെയ്ത് കൊടുത്ത ഒരു വണ്ടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇത് സ്കാനിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന 10 ലക്ഷാമത്തെ എന്താ പറയുന്നത്, 10 ലക്ഷം വണ്ടി. അതെങ്ങനെയാണോ അത് പറയുന്നത്? 10 ലക്ഷത്താമത്തെ 1 മില്യൺത്ത് എന്ന് വേണം പറയാം. 10 ലക്ഷാമത്തെ അല്ലെ 10 ലക്ഷം വണ്ടി ഉണ്ടാക്കി. ആ 10 ലക്ഷം നമ്പറിൽ ഉണ്ടാക്കിയിരിക്കുന്ന 1 മില്യൺത്ത് വണ്ടിയാണിത്. ഇത് ശരിക്കും ഇന്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് നൽകിയ വണ്ടിയാണ്. അഫ്ഗാനിസ്ഥാൻ, സിറിയ അങ്ങനെ പല രാജ്യങ്ങളിൽ റെഡ് ക്രോസ് സേവനങ്ങൾക്കായിട്ട് ഉപയോഗിച്ച ഒരു ട്രക്കാണിത്. ഈ കാണുന്നത് ഒരു ഫയർ ട്രക്കാണ്.
അതായത് 1919 ഈ കമ്പനി നിർമ്മിച്ച ഒരു ഫയർ ട്രക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ കമ്പനി തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ സോഡർടാലിയ എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തിലെ ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതായത് ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഒരു ട്രക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 4 വീൽ ഡ്രൈവ് ഒക്കെ ഉള്ള ഒരു ഫയർ എഞ്ചിനാണ് കേട്ടോ. 1919 സ്കാനിയയുടെ ലോഗോ ഇങ്ങനെയായിരുന്നു, സ്കാനിയ വാബിസ് എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. ഫയർ ട്രക്കിൽ മറ്റേ ആളുകളൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം, പിന്നെ മുകളിലായിട്ട് നമുക്ക് തടിയുടെ ഒരു ലാഡർ കാണാൻ സാധിക്കും. പിന്നെ ഇത് ചിലപ്പോൾ വാട്ടർ ടാങ്കോ മറ്റോ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കണം. പിന്നെ ഇതിനകത്ത് മറ്റേ വെള്ളം തെറിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓസ്, അങ്ങനെയുള്ള പല സംഭവങ്ങളുമുള്ള ഒരു 4 വീൽ. അത് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് അത് പിന്നീട് അവർ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം കണ്ടോ. ഈ വണ്ടി 1927 ഉണ്ടാക്കിയ ഒരു ബസ്സാണ്. അതായത് ഈ ബസ് 14 പേർക്ക് യാത്ര ചെയ്യാവുന്ന പെട്രോൾ എഞ്ചിനുള്ള ഒരു ബസ്സാണ്. പെട്രോൾ എഞ്ചിൻ ബസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇതേ കാണാം. 1927 ഇവിടെ നിർമ്മിച്ച ഒരു പെട്രോൾ എഞ്ചിൻ ബസ്. ആ ഒരു ബസ്സിൽ 14 പേർക്ക് യാത്ര ചെയ്യായിരുന്നു. ഇതൊരു VIP ബസ്സായിരുന്നു. ഇത് വുഡൻ ഡോറും മറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറൊക്കെയാണ്. നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. 1927 ഇവിടുത്തെ ആളുകളുടെ ലക്ഷറി സെറ്റപ്പൊക്കെ നോക്കിയേ. എന്തൊന്നടേ, ഇതൊരു വിമാനം പോലെയുണ്ട്, കണ്ടില്ലേ അകത്ത്? എന്ത് കിട്ടില്ല സെറ്റപ്പല്ലേ. ഇത് 1932 ഇവരുണ്ടാക്കിയ ഒരു ട്രക്കാണ്. ഈ ഷുഗറും അതേപോലെ തന്നെ കൽക്കരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ട്രക്കാണിത്. 1968 ചൈനയിൽ ചൈനീസ് മിനിസ്ട്രി ഓഫ് ഫോറസ്ട്രി എന്ന് പറഞ്ഞത്, അതായത് ചൈന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച് വാങ്ങിച്ച ഒരു ട്രക്കാണ് നമുക്ക് ഈ കാണുന്നത്. ഇതിവർ യുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു ട്രക്കാണ്. അതിന് മുമ്പ് ഇത് ശരിക്കും ഇതിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡിലായിരുന്നു സ്റ്റിയറിംഗ്. അത് പിന്നീട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ട്രക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ഇതിനു മുമ്പ് റൈറ്റ് സൈഡിലായിരുന്നോ സ്റ്റിയറിംഗ് ഒക്കെ പണ്ട്? അപ്പോൾ അത് പിന്നീട് അത് ലെഫ്റ്റിലേക്ക് മാറിയതാ അല്ലേ? അത് ശരി. അതെന്താ അങ്ങനെ മാറിയേ? യുദ്ധത്തിന് ശേഷമോ? യുദ്ധത്തിന് ശേഷമാണ് അറിയില്ല, പക്ഷെ ആ റൂള് വന്നത് ഒരു ടൈം ലൈൻ വെച്ചിട്ടാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, എങ്ങനെയാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഒക്കെ മാറിയതെന്നുള്ളത്. ഇതിനകത്ത് ഇവർക്ക് ഇവിടെ ഒരു ഭയങ്കര ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകൾക്ക് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽസിന് വേണ്ടിയുള്ള സ്ഥലമായിരിക്കും. ഇതാണ് സ്കാനിയയുടെ ഏറ്റവും ചെറിയ ബാറ്ററി, MP10 എന്ന് പറയും. നമ്മൾ ഈ കാണുന്നതാണ് ബാറ്ററി സെല്ല്. ഓക്കെ. ഇത് നമ്മൾ നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങി അത് മൊഡ്യൂളിലായിട്ട്. നീ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലാ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ബാറ്ററിയുടെ സെല്ല് നീ കാണുന്നത്. ഇത് ബാറ്ററിയുടെ മൊഡ്യൂള് ലെയറിനകത്ത് വെക്കും. എന്നിട്ട് അത് ഫുള്ളായിട്ട് ബാറ്ററി പാക്ക് എന്ന് പറയും ഇതേപോലെ. അപ്പൊ ഈ ഇത്തരത്തിലുള്ള എത്ര എണ്ണം ഉണ്ടാവും ഒരു ട്രക്കിനകത്ത്? 2 MP10 ഉണ്ടാവും. ഇതിന്റെ ഇരട്ടി സൈസുള്ളതാണ് MP20. 2 MP20 ഉണ്ട്. ഓ, അങ്ങനെ പല റേഞ്ചിലുള്ളതുണ്ടാവും അല്ലേ? ചൂസ് ചെയ്യാം നമുക്ക് എത്ര ബാറ്ററി വേണം. 620 കിലോ ഉണ്ടെന്ന് ഈ ഒരു സാധനം. 1909 ഉണ്ടാക്കിയ വാബിസ് കമ്പനി ഉണ്ടാക്കിയ ഒരു കുഞ്ഞി ട്രക്കാണ് ഈ കാണുന്നത്. കണ്ടോ, വുഡിന്റെ കംപ്ലീറ്റ് വുഡാണ് കണ്ടല്ലേ, മൊത്തം വുഡ്. ഫ്രണ്ടിൽ കുറച്ച് മെറ്റൽ പാർട്ട് കാണാൻ സാധിക്കും. അന്നത്തെ ആ ഒരു സംഭവം. അതിന്റെ ടയറൊക്കെ കണ്ടോ. പിന്നെ ഇതുപോലെയുള്ള കുറെ വിന്റേജ് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കാറല്ലേ? സ്കാനിയയുടെ കാറ്. 1914 ഉണ്ടാക്കിയ സ്കാനിയ ഉണ്ടാക്കിയ കാറാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിൽ 2 പേർക്ക് ഇരിക്കാം, ബാക്കിൽ 2 പേർക്ക് ഇരിക്കാം, മൊത്തം 4 പേർക്ക് ഇരിക്കുന്നു. രാജാവിനെ പോലെ പോകാവുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വണ്ടി. ഇവിടെ നമുക്ക് സ്കാനിയയുടെ കുറേ പഴയ കാറുകളൊക്കെ നമുക്ക് പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് 1912 നിർമ്മിച്ച ഒരു വണ്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയെക്കാട്ടിൽ കുറച്ചുകൂടെ ഭയങ്കര വലിപ്പമുള്ളൊരു വണ്ടി. പിന്നെ ഇതെന്ത് വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1913 ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. അതായത് പോസ്റ്റ് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വണ്ടി കാണാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റ് ഫുള്ളി സ്വീഡിഷ് മെയ്ഡ് വണ്ടി. ഓക്കെ, എന്ന് പറഞ്ഞാല് വേറെ ഇതൊന്നും ഇല്ലാതെ ഫുള്ളി മെയ്ഡ് വിത്തിൻ സ്വീഡൻ. ഓക്കെ, സ്വീഡനിൽ മാത്രം ഉണ്ടാക്കിയത്? 5 കാറേ ഉണ്ടാക്കിയുള്ളൂ. അതിൽ ഒരെണ്ണം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളൂ. അതിന്റെ എഞ്ചിനല്ലേ ഈ കാണുന്ന ഫ്രണ്ടില്? ആണോ? എഞ്ചിനാണോ കൂളൻ്റാണോ? എന്താ അത്? കൂളൻ്റാണ്. എഞ്ചിൻ ഇതിനകത്തല്ലേ?
അതിന് നമുക്ക് ആ സ്കാനിയയുടെ അന്നത്തെ ആ ലോഗോ ഒക്കെ അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇത് പക്ഷേ 2 പേർക്ക് ഇരുന്ന് പോകുന്ന വണ്ടിയാണല്ലോ. ചെയിൻ ഡ്രിവൺ ആയിരുന്നു. ചെയിൻ ഡ്രിവൺ. ഓക്കെ. കാറാണ് ലാസ്റ്റ് അത് സെല്ലിംഗ് കാർ. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന പാർട്സ് വെച്ചിട്ട് ഒരു 2 കാറും കൂടി ഉണ്ട്. അത് വിതിൻ സ്കാനിയ ഓടിക്കാനുള്ളത്. അത് ശരി. ഓക്കെ. ഡയറക്ടേഴ്സിനും വിതിൻ സ്കാനിയ പ്രിമൈസസിൽ ഓടിക്കാൻ. ആണോ? ഇത് കണ്ടില്ലേ, അതായത് റെയിൽവേ വാഗൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പണ്ട് വാബിസ് കമ്പനി എന്നാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ഇവർ മനോഹരമായിട്ട് റീസ്റ്റോർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ട്രാക്കിലൂടെ ഓടുന്ന വണ്ടിയാണല്ലോ. ഇത് മറ്റേ ട്രാക്ക് ഇൻസ്പെക്ഷൻ മെഷീനോ അങ്ങനത്തെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. അത് തന്നെ കേട്ടോ, ഇത് മറ്റേ ലൈൻ എഞ്ചിനീയേഴ്സിന്, അതായത് ഇൻസ്പെക്ഷന് വേണ്ടി ഉണ്ടാക്കിയ വണ്ടിയാണ്. ഇതിനകത്ത് കയറാല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ബാ, നമ്മൾ ഈ കാണുന്ന ഈ ഒരു പാസഞ്ചർ ക്യാരേജ് ശരിക്കും 1901 ഇവിടുത്തെ സ്വീഡിഷ് സ്റ്റേറ്റ് റെയിൽവേക്ക് വേണ്ടി വാബിസ് കമ്പനി നിർമ്മിച്ച പാസഞ്ചർ ക്യാരേജ് ആണ്. 1942 വരെ ഇവർ ഇവിടെ ഉപയോഗത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ശരിക്കും സ്ക്രാപ്പ് ചെയ്യുന്ന രീതിയിൽ വളരെ മോശം അവസ്ഥയിലാണ് ഇത് കണ്ടെടുത്തത്. പിന്നീട് അത് ഇവരിവിടെ റീസ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയായിരുന്നു. 6 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സെക്കൻഡ് ക്ലാസ് വാഗണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് ഉള്ളിൽ കയറി കാണാൻ സാധിക്കും. ആണല്ല, ഇതിനകത്ത് അധികമുള്ള ആൾക്കാർക്ക് ഇരിക്കാം. മേ ബി ചിലപ്പോൾ ഇത് പിന്നീട് റിനോവേറ്റ് ചെയ്തായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള വുഡൻ സീറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്താട്ടോ. പക്ഷേ ഈ ഒരു രീതി തന്നെയായിരുന്നു അവരുണ്ടാക്കിയിരുന്നത്. ഇവിടെ ട്രെയിൻ കണ്ടക്ടറുടെ മുറിയോ അല്ലെങ്കിൽ ടോയ്ലറ്റോ എന്തോ സംഭവമാണ് അവിടെ കാണുന്നത്. ഒരു പണ്ടത്തെ ആ ഒരു വുഡൻ ക്യാരേജ്. ഇതിനകത്ത് നമുക്ക് ഒരു പ്രൈവറ്റ് റൂമുണ്ട്. ഇത് കണ്ടില്ല, ഇതൊരു പ്രൈവറ്റ് റൂമാണ് ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രൈവറ്റ് റൂം ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്, കണ്ടില്ലേ നോക്കിയേ. ഒരു പണ്ടത്തെ സ്റ്റൈലിലുള്ള ഒരു ടോയ്ലറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇത് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ടാങ്ക് മറ്റൊക്കെ ആയിട്ട് നൈസ്. പണ്ടത്തെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഒരു ഫോട്ടോ അവരെടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്കാനിയ കമ്പനി സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ BMW നമുക്ക് കാണാം. ബൈസൈക്കിൾസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ BMന്. അവര് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ സ്കാനിയ കമ്പനി പണ്ട് സൈക്കിൾസ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള 2-3 സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് 1900 ഉണ്ടാക്കിയതാ. ഇതാണ് സ്കാനിയുടെ ലോഗോ വരാനുള്ള സൈക്കിളിന്റെ ഈ ഒരു ഷേപ്പാണ് സ്കാനിയുടെ ഫസ്റ്റ് ലോഗോ. ഓക്കെ, അത് ശരി. ഒരു 1900 ഉണ്ടാക്കിയ ഒരു സൈക്കിള്. അന്നത്തെ ആ ഒരു ലൈറ്റൊക്കെ കണ്ടോ നോക്കിയേ, അടിപൊളി. ഇത് ഇവിടെ ഫ്രണ്ടിൽ നമുക്കൊരു സ്കാനിയ എന്ന് പറഞ്ഞിരിക്കുന്ന ലോഗോ കാണാം. ആ ഒരു സൈക്കിൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരു ലേഡി സൈക്കിൾ കാണാം. ഇതും 1900 1910 കാലഘട്ടത്തിലുണ്ടാക്കിയ ഒരു ലേഡീസ് സൈക്കിളാണ് ഈ കാണുന്നത്. ഇത് ബൈക്കാണോ? അതെ, സാധനം മെഷീനൊക്കെ ഉണ്ടല്ലോ. 150 കിലോമീറ്റർ. എന്റെ ദൈവമേ നോക്കിയേ. 3 ലിറ്റർ ഫ്യൂല് 150 കിലോമീറ്റേഴ്സ്. പണ്ട് കാലത്ത് 3 ലിറ്റർ മണ്ണെണ്ണ അടിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഉപയോഗിച്ച് 150 കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്ന ഒരു സൈക്കിളാണ് ഈ കാണുന്നത്. 1903 സ്കാനിയ കമ്പനി നിർമ്മിച്ച ആ ഒരു സൈക്കിളാണ് ഈ കാണുന്നത്. സൈക്കിളിൽ നമുക്ക് ഫ്രണ്ടിൽ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കുഞ്ഞ് എഞ്ചിൻ ഇട്ടിരിപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് മണ്ണെണ്ണ സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് ഇതാണോ? ഏതായിരിക്കും? ബാക്കിലാ അതേ ഇരിക്കുന്നു. ഇതേക്ക് നമ്മുടെ മണ്ണെണ്ണ സ്റ്റവ് ഇല്ലേ പണ്ടത്തെ, അതേപോലെ തന്നെ മണ്ണെണ്ണ നിറയ്ക്കാനും സ്റ്റോർ ചെയ്യാനും വേണ്ടിയുള്ള ഒരു ടാങ്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ആ ഒരു മെക്കാനിസം ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ദാറ്റ്സ് ഇൻട്രസ്റ്റിങ്. അത് കൊള്ളാം കേട്ടോ. ബ്രേക്ക് പിടിക്കുമ്പോൾ ടയറിൽ പിടിക്കുന്നോ? ദൈവമേ, ടയറ് നേരെയോ? മറിഞ്ഞു കുത്തി വീഴൂലേ? അതെന്നെ സിസ്റ്റം ആണോ? എന്തായാലും പരിപാടി കൊള്ളാം. ഓറഞ്ച് കളറൊക്കെ മെയിൻലി മെറൈൻ എഞ്ചിൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിലും. ബോട്ടിന്റെ എഞ്ചിനാ, ട്രക്കിന്റെ അല്ല. ഓക്കെ. അത് ശരി. അപ്പം ഓരോ ബോട്ടുകൾക്കും മറ്റും ഇങ്ങനത്തെ സ്പീഡ് ബോട്ടുകൾക്ക് ഉപയോഗിക്കുന്ന അത് ശരി. ഓക്കെ, ഇതുപോലുള്ള സ്പീഡ് ബോട്ടുകൾക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിനുകളാണ് നമുക്ക് ഇവിടെ ഈ കാണാൻ സാധിക്കുന്നത്. സ്പീഡ് ബോട്ട്, പിന്നെ അതുപോലത്തെ ബോട്ടൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ബോട്ടുകൾക്ക് ഉപയോഗിക്കുന്ന എഞ്ചിൻ. 13 ലിറ്ററിൻ്റെ ഒരു എഞ്ചിനായി കാണുന്നതുണ്ടോ? 13 ലിറ്ററിൻ്റെ എഞ്ചിൻ്റെ അമ്മ എന്ത് വലിപ്പമല്ലേ! ഒരു മനുഷ്യൻ്റെ വലിപ്പമുണ്ട്, 6 അടി നീളമുണ്ട്, അതിന് ഉയരമുണ്ട്. പിന്നെ നമുക്കിവിടെ കുറേ പഴയതും പുതിയതുമായിട്ടുള്ള കുറേ ട്രക്കുകളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട്. 1991 ഇറക്കിയ ഒരു ട്രക്കാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഈ ട്രക്കിൻ്റെ ഈ ഒരു കാണുന്ന ഈ ഒരു സാധനത്തിന് 25,000 കിലോ വെയിറ്റ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഈ കാണുന്നത് നമുക്ക് 730 ഹോഴ്സ് പവർ ഉള്ള ഒരു സ്കാനിയയുടെ V8 എഞ്ചിനാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്.
അതായത് ഇവര് ആദ്യമായിട്ട് ഒരു V8 എഞ്ചിൻ ഇവരുണ്ടാക്കുന്നത് 1969 അത് 350 ഹോഴ്സ് പവർ ആയിരുന്നു. അതിനുശേഷം പിന്നീട് അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എഞ്ചിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് V8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് 1, 2, 3, 4 കമ്പഷൻ ചേമ്പേഴ്സും ഇപ്പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെയും 4 കമ്പഷൻ ചേമ്പേഴ്സ് കാണാൻ സാധിക്കും. അത് V ഷേപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനൊക്കെ എത്ര വെയിറ്റ് ഉണ്ടാവുന്നതെന്ന് ആലോചിച്ച് നോക്കുകയും. അപ്പോൾ ഈ കാണുന്ന ഇതുപോലത്തെ ഈ ഒരു എഞ്ചിനാണ് നമുക്ക് ഇവിടെ പുറകെ കാണുന്ന ഈ വലിയ ട്രക്കിനകത്തിരിക്കുന്നത്. ഇത് 730 ഹോഴ്സ് പവർ ആണെങ്കിൽ അതിനകത്തിരിക്കുന്നത് 770 ഹോഴ്സ് പവറിന്റെ എഞ്ചിനാണ് ഇരിക്കുന്നത്. അതായത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻജിൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും നമ്മളൊരു കാർ ഓടിക്കുന്ന ലാഘവത്തോടെ അതേ സ്പീഡിൽ ഫുൾ ലോഡും വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ട്രക്കുകളൊക്കെ ഇവിടുത്തെ റോഡുകളിലൂടെ ചീറിപ്പായുന്നത്. നമുക്ക് ഇവിടെ ഇതിനകത്ത് നമുക്ക് കയറിയിരിക്കാം. ഒരു വലിയ ഏരിയൊക്കെ വേണം ഇതിന്റെ മേളിൽ കയറാനായിട്ട്. രക്ഷയില്ലട്ടാ, എന്തോന്നടേ ഇത്. ഇതിനകത്ത് കയറിയപ്പോൾ ഇതിന്റെ സെറ്റപ്പ് ഒക്കെ നോക്ക്. ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ കണ്ടോ, എത്ര സിമ്പിൾ. നമ്മുടെ കാറിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് പോലെ അത്ര സ്മൂത്ത് സാധനം. അയ്യോ, എന്ത് ഫിനിഷിംഗ് ആണ്. എൻ്റെ ടൊയോട്ട ഫോർച്യൂണറിൽ പോലും ഇല്ല ഇത്രയും ഫിനിഷിങ്. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് നോക്കി, ഭയങ്കര ഒരു കിഡിലൻ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് എന്തുവാടേ ഇത്, ഫുൾ സെറ്റപ്പാണല്ലോ. ഒരു ട്രക്കാണെന്ന് നോക്കി. ഒരു ട്രക്കിനകത്ത് എന്തോരം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നാവിഗേഷൻ, ആപ്പിൾ കാർപ്ലേ അതൊക്കെ കൊടുക്കാം. പിന്നെ ഫോണൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം അത് അതേപോലെ വെച്ചിരിക്കുന്നു. പിന്നെ കുറേ കൺട്രോളുകളും അതും ഇതും ഓട്ടോമാറ്റിക്കാണ്. ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കാണ്. ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രക്ക്. ഇവിടെ മുകളിൽ കുറേ കൺട്രോൾസ്. പിന്നെ ഇവിടെ നോക്ക്, ഇവിടെ നമുക്കൊരു കോ ഡ്രൈവർ സീറ്റ്. പിന്നെ ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ട് ഒരാൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള ക്യുഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ശരിക്കും ഇത് തന്നെ പിന്നെയും സൗകര്യങ്ങൾ കൂട്ടിയൊക്കെ കൊടുക്കും. ഇതിവിടെ ഒരാൾക്ക് സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള ക്യുഷൻ. പിന്നെ നമുക്ക് വയർലെസ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ സ്റ്റോറേജ് ഏരിയകളാണ്. കണ്ടില്ല നോക്കി, ഇതിനകത്തൊക്കെ സ്റ്റോറേജ് ഏരിയാസ് കൊടുത്തിരിക്കുന്നു. ഇത് പൊളിയാട്ടോ സ്ഥലം. ഇതെന്താ സംഭവം? മൈക്രോവേവ് ഓവൻ. എനിക്ക് ഇതിനകത്തൊരു മൈക്രോവേവ്, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മൈക്രോവേവ്. ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അടിപൊളി മോനെ, എന്ത് സെറ്റപ്പാ അല്ലേ. ഇതിനകത്തൊരു കോഫി മേക്കറോ എന്തോ സാധനമാണോ അവിടെ വെച്ചിരിക്കുന്നത്, എന്തോ വാട്ടർ ഹീറ്ററോ അങ്ങനെ എന്തോ സംഭവമാണ്. ഇതെന്താ ഇത്, ഫുൾ മറ്റേ സ്വിച്ച് കൺട്രോള്, ഫുൾ AC, അടിപൊളി സെറ്റപ്പ്. എന്ത് ഫിനിഷിങ്ങില്, എന്ത് സെറ്റപ്പിലല്ലേ ട്രക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് ക്വാളിറ്റി ആണല്ലേ. വെറുതെ അല്ല ആളുകളൊക്കെ ഇത് വാങ്ങിച്ചുപയോഗിക്കുന്നത്. എന്തായാലും ഇത് പൊളിയാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറയായിരുന്നേ, എന്റെ ഫോർച്യൂണറിനകത്ത് പോലും ഇത്രയും ക്വാളിറ്റി ഇല്ലാതെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാർട്സിന്റെ ക്വാളിറ്റി, അതായത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞ സംഭവം ഫോർച്യൂണറിനകത്ത് പോലും ഇല്ല. ഞാനിങ്ങനെ പറയുമായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി സെറ്റപ്പ്. ടേസ്റ്റ് എടുക്കുന്ന ട്രക്കല്ലേ ഇത്, ഡം ട്രക്ക്. അപ്പോൾ സ്കാനിയ കണ്ട് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. എനിക്കിനി നോർവേയിലേക്ക് പോകണം. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നതുകൊണ്ട് എനിക്ക് വളരെ സുഖമായിട്ട് വന്ന് കണ്ടിട്ട് പോകാൻ സാധിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച്. കണ്ടതിൽ സന്തോഷം, കാണിച്ചതിൽ സന്തോഷം. അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നടക്കട്ടെ. ബൈ, സീ യു ലേറ്റർ. കാണാം, ബൈ. അപ്പോൾ നമ്മൾ തിരിച്ച് സോഡർടാലിയ എന്ന് പറയുന്ന ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോൾ ഇനി ആക്ച്വലി നമുക്ക് നോർവേ ഭാഗത്തേക്കാണ് പോകേണ്ടത്. നോർവേയിൽ ഓസ്ലോ ഭാഗത്തേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സ്വീഡിഷ് ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള സെറ്റപ്പൊക്കെ ഞാൻ നോക്കട്ടെ. ദൈവമേ, ഇവിടെ ട്രെയിൻ വന്ന് കിടപ്പുണ്ടല്ലേ. നമുക്ക് തൽക്കാലം ഈ ട്രെയിനിൽ കയറാം. ഇത് ഗോത്തൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണല്ലോ. ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ? ഞാൻ ആക്ച്വലി ഇപ്പോൾ കയറിയത് ഗോത്തൻബർഗ് എന്ന് പറഞ്ഞ ഇവരുടെ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനിലാണ്. അവിടെയാണ് വോൾവോയുടെ ഫാക്ടറി ഉള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ഗോത്തൻബർഗ് പോകേണ്ട, എനിക്ക് ഓസ്ലോയിലേക്കാണ് പോകേണ്ടത്. ഞാൻ കയറിയ ട്രെയിൻ മാറിപ്പോയല്ല, ഡയറക്ഷൻ മാറിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ അല്ലേ, ഇതിനാകെ 2 സ്റ്റോപ്പേ ഉള്ളൂ. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു സ്ഥലത്തൊരു സ്റ്റോപ്പുണ്ട്, നമുക്ക് അവിടെ ഇറങ്ങാം. എന്നിട്ട് നോക്കാം എന്താ വഴി എന്നുള്ളത്. എന്തല്ലേ, ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമങ്ങളിലൂടെ, വേറെ ഒന്നും ചെയ്യാനില്ല. ചുമ്മാ സത്യം പറഞ്ഞാൽ ഈ ബുള്ളറ്റ് ട്രെയിനിലെ യാത്ര ഭയങ്കര മടുപ്പാണ്. ഇതൊക്കെ ഐസാണ്, കണ്ടില്ലേ. വെള്ളമൊന്നും കാണില്ല, അതൊക്കെ ഐസായിട്ട് കിടക്കുകയാണ്, മൊത്തം ഫ്രീസായിട്ട് എല്ലാ ലേക്കും. അരമണിക്കൂർ ഏതാണ്ട് ഒരു 100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കേട്ടോ. അരമണിക്കൂർ കൊണ്ട് നമ്മൾ കത്രീനഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ സാധനം കൊള്ളാം കേട്ടോ, ബുറക്ക്. ഇതിനകത്ത് മീറ്റ്. അങ്ങനെ ഞാനിവിടെ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എന്നാ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓസ്ലോയ്ക്കാണ് പോകേണ്ടത്, നോർവേയിലേക്ക്.
ഇവിടെ നിന്ന് എപ്പോഴാണ് അടുത്ത ട്രെയിൻ ഉള്ളത് നോക്കട്ടെ. എന്തോ നോക്കിയപ്പോൾ 11:30 എന്തോ ഒരു ട്രെയിൻ കണ്ടായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്, സംസാരിക്കാൻ പറ്റുന്നില്ല അതുപോലെ കാറ്റ്. കത്രീനഹാം കത്രീനഹോമോ കത്രീനഹാം അങ്ങനെ എന്താണ് ഈ സ്ഥലത്തിന് പേര്, കത്രീനഹാം. അയ്യോ ആ ട്രെയിൻ പോയല്ലോ, ഇത് കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഇവിടുത്തെ ട്രെയിനിന് അന്യ പറപ്പ് വരിക 300 ഒക്കെയാണെന്ന് തോന്നുന്നു പോകുന്നത്. ഭയങ്കര പറപ്പ് വരിക. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഒന്നും ഒരു സുഖമില്ലല്ലോ. കത്രീനഹാം റെയിൽവേ സ്റ്റേഷൻ താഴെയൊക്കെ ഫുൾ അലമ്പ്, വൃത്തികേട്. ഓ മൈ ഗോഡ്, ഇത് ശരിക്കും ഏതൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ പുറകിലൊക്കെ വീടുകളൊക്കെ കാണാം. നമ്മൾ ഈ ടയർ 1, ടയർ 2, ടയർ 3 സിറ്റി എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെ ഇത് ടയർ 3ഓ ടയർ 4ഓ ഉള്ള ഏതൊരു സ്ഥലമാണ്. നിർത്താൻ പോകുന്ന ഏതൊരു ട്രെയിൻ. അടിപൊളി. ബെർലിനോ ഇതൊന്നും മനസ്സിലായില്ല കേസ്. നമുക്കിനി ഇവിടുന്ന് ഇപ്പോൾ 10:15 ആയതേ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് 11:30 ട്രെയിനുള്ളൂ. 11:30 അതുവരെ ഞാനിവിടെ പോസ്റ്റാണ്. ഇവിടുത്തെ ആളുകൾ ഭയങ്കരമായിട്ട് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവർ റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാം മുമ്പിൽ സൈക്കിൾ സ്റ്റാൻഡ് കാണാൻ സാധിക്കും. കണ്ടില്ല, അവിടെ ഒക്കെ കണ്ടില്ല, ആ കാണുന്നൊക്കെ കണ്ടോ, സൈക്കിൾ പാർക്കിംഗ് ഏരിയ കണ്ടോ. നമ്മുടെ അവിടെ ബൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ മോട്ടോർ ബൈക്കുകൾ ഉപയോഗിക്കുന്ന പോലെ ഇവിടുത്തെ ആളുകൾ മോട്ടോർ ബൈക്ക് ഉപയോഗമല്ല, സൈക്കിളാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ആ കാണുന്നതൊക്കെ സൈക്കിൾ പാർക്കിംഗ് ഏരിയകളാണ്. അവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ട് സൈക്കിൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കും. ഇപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ സ്റ്റോക്ക്ഹോമിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സിറ്റിയിലൊക്കെ പോകുന്ന ആളുകളായിരിക്കും ഇവിടെ കൊണ്ട് അവർ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത്. ശരി, ഇവർക്ക് ഇവിടെ BYDയുടെ ബസ്സൊക്കെ ഉണ്ടല്ലേ. ശരി, ഞാൻ വിചാരിച്ചു ഇവിടെ മൊത്തം സ്കാനിയാണെന്ന്. പക്ഷേ ഇത് BYD വണ്ടിയാണ്. ഭയങ്കര കാറ്റാട്ടോ. ഇതിവിടുത്തെ സിറ്റി സെൻറ്റർ ആണെന്ന് തോന്നുന്നത്. ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് പോലും സുഷി ബാർ എന്നും പറഞ്ഞുകൊണ്ട് സുഷി റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇത് കണ്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് പോകുന്ന സീറ്റുകൾ വരെ അവർ സൈക്കിളിൻ്റെ പുറകിൽ പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ കുട്ടികളെ ഇരുത്താൻ വേണ്ടി സൈക്കിളിൻ്റെ ഫ്രണ്ട് ബാറിലൊരു കുഞ്ഞ് സീറ്റ് പിടിപ്പിക്കത്തില്ലേ, അതേപോലെ. ഇതിവിടുത്തെ ഒരു ചെറിയ ഏതോ ഒരു ടൗണാണ്. ആ ടൗണിലെ സിറ്റി സെൻറ്റർ ഹൈ സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ്, സൂപ്പർ മാർക്കറ്റ്, പിന്നെ ബാങ്ക്, പിന്നെ എന്തൊക്കെ പരിപാടികൾ വേണോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ ഇവർക്കുണ്ടാവും. നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും മിസ് ചെയ്യുന്നൊരു സംഭവമാണ്, ഇപ്പോഴും നമുക്കില്ലാത്തൊരു കൾച്ചറാണ് ഇതുപോലെയുള്ള വാക്കിംഗ് സ്ട്രീറ്റുകൾ എന്ന് പറയുന്നത്. ഇതുപോലുള്ള വാക്കിംഗ് സ്ട്രീറ്റുകൾ ശരിക്കും ഒരു യൂറോപ്യൻ കൾച്ചറാണ്. അത് നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചേ ഉള്ളൂ. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റൊക്കെ പോകുമ്പോഴത്തേക്കിനും കുറേ സ്ഥലങ്ങളിലുണ്ട്. നമ്മളെ മണാലിയിലൊക്കെ ഇല്ലേ, അതേപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഭയങ്കര കാറ്റ്. എനിക്കിവിടെ പുറത്ത് നടക്കാൻ പറ്റുന്നില്ല. മിക്കവാറും ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് പോയിരിക്കേണ്ടി വരും. പല ആൾക്കാരും പറയുന്നുണ്ട് ഗ്രാമങ്ങൾ കാണിക്കണം. ഇതുപോലുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഗ്രാമങ്ങളായിട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമായിരിക്കും പിന്നെ അവിടെ നിന്നുള്ള അടുത്ത ട്രെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ബസ് ഉണ്ടാവുക. അതാണ് ഇവിടത്തേക്ക് പ്രശ്നം എന്ന് പറയുന്നത്. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഗ്രാമങ്ങളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. സിസ്റ്റം ബുളാഗത്തെന്നും പറഞ്ഞിട്ടൊരു കട കാണാം. എന്നാ പരിപാടി നോക്കട്ടെ. ഒരു മദ്യ ഷോപ്പാണ് ഗൈസ്. ആഹാ, കൊള്ളാമല്ലോ. നമ്മുടെ നാട്ടിലെ ബിവറേജ് പോലെ ഇവിടുത്തെ ബിവറേജാണ് ഈ കാണുന്നത്. കണ്ടോ, നോക്കി ആളുകളൊക്കെ മദ്യം വാങ്ങാൻ വേണ്ടി വരികയാണ്. നോക്കി ഇതുണ്ടല്ലേ, ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മദ്യങ്ങൾ നോക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ പലതരത്തിലുള്ള വൈന്. എന്തോന്നറിയാം ഇത്, എന്തോരോ നോക്കി, എന്ത് വലിയ ഷോപ്പാ. അടിപൊളി. ഇതൊരൊന്നൊന്നര കടയായിരുന്നു കേട്ടോ. എന്തോ വലിയ കടയാന്ന് നോക്കി. അതായത് ശരിക്കും നമ്മുടെ നാട്ടിലെ മറ്റേ പ്രീമിയം ബിവറേജസ് ഔട്ട്ലെറ്റ് ഇല്ലേ, അതേപോലത്തെ ഒരു വലിയൊരു ഔട്ട്ലെറ്റ്. ആളുകളൊക്കെ അവിടെ വരുന്നു, മദ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഒരു 5-6 ബില്ലിംഗ് കൗണ്ടറുകൾ തന്നെ അതിനകത്തുണ്ട്. ഞാൻ യൂറോപ്പിൽ കയറിയിട്ട് ഞാൻ ക്യാഷ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. ഐ മീൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആയി. പക്ഷേ ഇവിടെ എല്ലാം മറ്റേ NFC ടാപ്പ് ചെയ്തുള്ള പരിപാടിയാണ്. ഇതൊരു പബ്ലിക് ടോയ്ലറ്റാണ്. അതിൻ്റെ മുമ്പിൽ ഇതേപോലെ തന്നെ കാർഡ് ടാപ്പ് ചെയ്തോ നമുക്ക് കയറാൻ പറ്റുന്ന സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതൊരു പബ്ലിക് ടോയ്ലറ്റാണ് ഈ കാണുന്നത്. ടോയ്ലറ്റ് എല്ലായിടത്തും ഡിജിറ്റൽ പേയ്മെൻറ്റ്. നമുക്ക് ക്യാഷ് കൈ കൊണ്ട് നടക്കേണ്ട യാതൊരു റിസ്ക്കും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ നാട്ടിലും ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആയില്ലേ എല്ലായിടത്തും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് എന്ന് പറഞ്ഞ സംഭവം വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. പേഴ്സ് പോലും എടുക്കാറില്ല. കാരണം നമുക്ക് എല്ലായിടത്തും ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യില്ലേ. ഇപ്പോൾ UPI ഉണ്ട്. നമ്മളുടെ സിസ്റ്റമാണല്ലോ UPI എന്ന് പറയുന്നത്, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. സത്യം പറഞ്ഞാൽ ഈ ആപ്പിൾ പേയും അതേപോലെ തന്നെ സാംസങ് പേ പോലെയുള്ള ഈ കോൺടാക്ട്ലെസ് കാർഡ് പേയ്മെൻറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. കാരണം
UPAയിൽ നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് ഒന്നും കിട്ടില്ല, പക്ഷേ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കുറേ റിവാർഡ് പോയിൻറ്റുകളൊക്കെ കിട്ടത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വന്നു കഴിഞ്ഞാൽ. കാരണം ഈ ഓരോ തവണ കാർഡ് നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് പിൻ കോഡ് അടിച്ച് എത്ര സമയമാണ് പോകുന്നത്. മർച്ചൻറ്റിനും ഈസി, ബില്ല് ചെയ്യുന്നവർക്കും ഈസി, നമുക്ക് പോകുന്ന കസ്റ്റമേഴ്സിനും ഈസി, എല്ലാവർക്കും ഈസി അല്ലേ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റുകൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ. ഇവിടെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ എല്ലായിടത്തും McDonald's ഉണ്ടാവുമല്ലോ. നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇരിക്കുക, എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോട്ടെ. നല്ല കത്തിയാട്ടോ. ഒരു മീൽ വാങ്ങിക്കുമ്പോഴത്തേക്കിനും ഏകദേശം 1000 രൂപ വരും. ഇത് മറ്റേ ബൈസൈക്കിൾ ഗ്യാരേജാണ് കേട്ടോ, സൈക്കിൾ ഗ്യാരേജ്. ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് വന്നു. തന്നെ അടയുന്ന ഡോർക്ക്, ഇങ്ങനത്തെ ഡോർ ഒരു ഓട്ടോമേറ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ് ഇവർ. ഇതാരും ഇല്ല കേട്ടോ ഇവിടെ. ഇത് കാണുന്ന ഒരു ടാക്സി സ്റ്റാൻഡാണ്. ഇവിടെ 2 ടാക്സി ഉണ്ട്, അതല്ലാതെ വേറെ ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. ഇവർക്ക് എല്ലാ സ്ഥലത്തും അതാത് നഗരത്തിൻ്റെ ആയിട്ടുള്ള ഫ്ലാഗുകളും കോട്ടോ ഫാംസും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കത്രീന ഹോം എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഒരു ഫ്ലാഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ സ്റ്റേഷനിൽ ഒരു ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ പോലും ഇല്ല കേട്ടോ, ഒരു സംഭവമില്ല. ടിക്കറ്റ്ലെസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. എല്ലാം നമ്മൾ തന്നെ എടുക്കണം, അതായിരിക്കും ആവശ്യം. പ്ലാറ്റ്ഫോമിലേക്ക് വന്നു, നമ്മുടെ ട്രെയിനിൽ പോരും. ഇവിടെ അതിൽ നേരം നിൽക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റാ. ട്രെയിൻ വന്നിട്ടോ, ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇതിനകത്ത് കയറാൻ ടിക്കറ്റൊന്നും ഇല്ല. നമുക്ക് അകത്ത് കയറി സീറ്റ് കിട്ടുമോ എന്ന് നോക്കണം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ലെറ്റ്സ് ട്രൈ. കുറേ കയറാം അല്ലേ, ചെറിയ കുഞ്ഞു ട്രെയിനാണല്ലോ. ട്രെയിനൊന്നും ഭംഗിയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വസ്തുത. ഭംഗിയില്ലാത്ത ട്രെയിനുകളാണ്. കുറക്കും സൈസ് ഇതുണ്ടോ, ചായയും കാപ്പിയൊക്കെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇതെല്ലാം ഫ്രീ ആണ്, എത്ര മണി എടുത്ത് കുടിക്കാം. ട്രെയിനിൽ തിരക്കും ബഹളമൊന്നുമില്ല, വലിയ തിരക്കില്ല, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. ട്രെയിനിൽ കണ്ടില്ലേ കാപ്പി, ഫ്ലാസ്കിനകത്ത് കാപ്പി വെച്ചിരിക്കുന്നു, ചൂടുവെള്ളം, പിന്നെ സാധാരണ വെള്ളം, പിന്നെ ആപ്പിള്, ഓറഞ്ച്, പിന്നെ എന്തൊക്കെയോ കുക്കീസ്, കുക്കിയാണോ എന്താ സംഭവം അറിയില്ല, അതെന്തോ പാലാണ് തോന്നുന്നത്. അങ്ങനെ ചായ, പലതരത്തിലുള്ള ചായപ്പൊടി, ഇതൊക്കെ ഫ്രീ ആണ് ഗൈസ്. ഇതൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഞാൻ അവിടെ ആക്ച്വലി ആദ്യം കയറിയിരുന്നത് ഫസ്റ്റ് ക്ലാസ് കോച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ട്രെയിൻ അറ്റൻഡൻറ്റ് വന്നു, അവരെന്നോട് പറഞ്ഞു ഇതിൽ സീറ്റ് റിസർവ് ചെയ്യണം. അപ്പോൾ അത് ഒരു വെബ്സൈറ്റിൽ കയറി ചെയ്യാൻ പറ്റും, അടുത്ത സ്റ്റേഷൻ മുതൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനത് അടുത്ത സ്റ്റേഷൻ മുതൽ ഞാൻ ഒരു സീറ്റ് റിസർവ് ചെയ്തു. അതിന് ചെറിയ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു, ഒരു 5-6 യൂറോ കൊടുക്കേണ്ടി വന്നു. അത് ഓൺലൈനായിട്ട് തന്നെ ചെയ്തു, അവരെനിക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി. ആ സീറ്റിലാണ് ഞാനിപ്പോൾ വന്നിരിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ വന്നു. ഇത് അടിപൊളിയാട്ടോ സംഭവം. എനിക്ക് എന്ത് സ്പേസാണെന്ന് എനിക്ക് അവിടെ ഇവിടെയൊക്കെ എന്തോരം സ്പേസാണ്. ഇത് മറ്റേ വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള കവറാണ്. പിന്നെ എല്ലാ സീറ്റിലും ഇതുപോലെയുള്ള ടേബിളുണ്ട്. സൂപ്പർ ട്രെയിനാട്ടോ എല്ലാം. ഇത് ഭംഗിയാന്ന് നോക്കി ഇവിടെയൊക്കെ കാണാൻ. ഇവിടൊന്നും സ്നോ ഇല്ലേ? നമ്മൾ ഫിൻലാൻഡിൽ കണ്ടത്ര സ്നോ ഇവിടെ സ്വീഡനിലില്ല കേട്ടോ. സ്വീഡൻ നോർത്തേൺ ഭാഗത്തുണ്ടാവും, പക്ഷേ ഈ സദേൺ ഭാഗം നല്ല വെതർ. ഇന്ന് പുറത്ത് വെയിലും എനിക്കൊന്നൊരു 10-12 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് കാലാവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ടു എവിടെ? നോർവേ. ഈ നോർവേ എന്ന് പറയുന്നത് എൻ്റെ 75ാമത്തെ രാജ്യമാണ് ഗൈസ്. യെസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നില്ലേ രാജ്യങ്ങൾ കൂട്ടാൻ വേണ്ടി ട്രാവൽ ചെയ്യുവാണോന്ന്? അതിന് ഞാൻ ഉത്തരം പറയുന്നില്ല. ഷെങ്കൻ ഏരിയയിലും 90 ദിവസമേ ഒരു ടൂറിസ്റ്റ് വിസയും കൊണ്ടിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. 6 മാസത്തിൽ 90 ദിവസം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അവിടെ. അപ്പോൾ നമ്മൾ നോർവേ എത്തി. നോർവേയുടെ ക്യാപിറ്റലായിട്ടുള്ള ഓസ്ലോയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഓസ്ലോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് റിയലി ഗുഡ്. ഒരു പുതിയ ഒരു മോഡേൺ സിറ്റി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പുതിയ റെയിൽവേ സ്റ്റേഷൻ, പുതിയ സംഭവങ്ങളെല്ലാം, പുതുപുത്തൻ കെട്ടിടങ്ങൾ, റാഡിസൺ ബ്ലൂ ഹോട്ടൽ, അതേ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം അപ്പുറത്ത് ഹോട്ടലുകൾ കാണാം. ഇത് ഇവരുടെ ട്രെയിനാണെന്ന് തോന്നുന്നു, നോർവേയുടെ ട്രെയിനാണെന്ന് തോന്നുന്നു, പച്ച കളറിൽ കാണുന്നത്. അപ്പുറത്ത് റെയിൽ ബസ്സുകൾ പോലെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. അടിപൊളി. പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ എല്ലാം ടിക്കറ്റുകൾ എടുക്കാനായിട്ട് ഇങ്ങനത്തെ മെഷീൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് നമുക്ക് സ്വീഡൻ മൊത്തത്തിൽ ടിക്കറ്റ് കൗണ്ടറുകളൊന്നും ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ആട്ടെ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി വന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ഓസ്ലോ എന്ന് പറഞ്ഞ നഗരത്തിലാണ്. ഓസ്ലോ അത് കൊള്ളാട്ടോ സ്ഥലം. ടോൺ ഹോട്ടൽ ഓപ്പറ. എനിക്ക് ഈ സ്ഥലം പിന്നെ ഓട്ടപ്രദക്ഷിണമാണല്ലോ ഇപ്പം മൊത്തത്തിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും പോകണമെന്ന് തോന്നിയ കുറച്ച് സ്ഥലങ്ങളാണ് എനിക്ക്. പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡ്, പിന്നെ ഈ ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ. ഈ ഫിൻലൻഡ്, നോർവേ, സ്വീഡനൊക്കെ ഇത് വേറെ ലെവൽ സ്ഥലങ്ങളാട്ടോ. ഇവിടെ ശരിക്കും എക്സ്ട്രീം വിൻ്ററിലും അതേപോലെ തന്നെ എക്സ്ട്രീം സമ്മറിലും വരണം. അതൊരു ഒന്നൊന്നര ഐറ്റം ആയിരിക്കും അല്ലേ. ഇവിടെ ഇപ്പോൾ തണുപ്പ് ഇച്ചിരി കുറവുണ്ട്. ആ ഒരു വെതറൊക്കെ നല്ല വെതറാണല്ലോ, നല്ല അടിപൊളി വെതറാണല്ലോ. നമ്മുടെ കടൽ തീരത്തായിട്ടാണ് ഈ ഓസ്ലോ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഓസ്ലോ നഗരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ
കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ഓഫ് കോഴ്സ് ഇവിടെ സിറ്റി ബോക്സ് ഉണ്ട്. സെയിം സിറ്റി ബോക്സ് ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 300 മീറ്റേഴ്സേ ഉള്ളൂ. നമുക്ക് അവിടെ പോയിട്ട് ബാഗ് വെച്ചിട്ട് ഇറങ്ങിയിട്ട് ബാക്കി പരിപാടികൾ. ഇവിടുത്തെ ആൾക്കാരൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആട്ടോ. ഇവിടുത്തെ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ശരിക്കും നല്ല വ്യത്യാസമുണ്ട് ആൾക്കാരെ കാണാനായിട്ട്. ആൾക്കാർ മാത്രമല്ല, കെട്ടിടങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം കാണാൻ നല്ല വ്യത്യാസമുണ്ട്. ടെമ്പററി ആയിട്ട് നിർമ്മിച്ച ടോയ്ലറ്റ് WC കാണാം. പിന്നെ എനിക്ക് ഇവിടെ ഓൾഡ് ടൗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, എല്ലായിടത്തും ഉള്ള പോലെ. എനിവേ നമുക്ക് അങ്ങോട്ട് നടക്കട്ടെ. ഓസ്ലോയുടെ ട്രാം, ബ്ലൂ കളറിലെ ട്രാം, റെഡ് കളറിലെ ബസ്സുകൾ ഉണ്ടോ, റെഡ് കളറിലെ ബസ്സുകൾ. ഇവിടെ ആളുകൾക്കൊന്നും ക്ഷമയില്ലെന്ന് തോന്നുന്നു കേട്ടോ. പെഡസ്ട്രിയൻ സിഗ്നൽ റെഡ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. സാധാരണ യൂറോപ്പിൽ വേറെ എവിടെ അങ്ങനെ കണ്ടൊന്നുമില്ല. ഇവിടെ അങ്ങനെ ആൾക്കാരൊക്കെ പോകുന്നത് കാണാം. ഇത് എവിടെയാണ് എൻ്റെ ഹോട്ടൽ? അതായത് ഗൈസ് നമ്മുടെ സിറ്റി ബോക്സ്. ഇത് ഭയങ്കര ഒരു സംഭവം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഇത് സെറ്റപ്പാണ് ഇവർ. booking.com നമ്പർ അടിച്ചു കൊടുക്കുക, പേര് കറക്റ്റ് ആണെന്ന് നോക്കുക, റൂം നമ്പർ ഓൾറെഡി വന്നു, കാശ് കൊടുക്കുക. ഇവിടെയും ഇവരുടെ കറൻസി ഉണ്ട് കേട്ടോ. 749 നോക്കെന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഏകദേശം 6000 രൂപയൊക്കെ അടുത്ത് വരും. ചെക്ക് ഇൻ ചെയ്തു, ചാർജ് കിട്ടി, നേരെ റൂമിൽ പോവുക. ഇത്ര സിമ്പിളാണ്. ഇവിടെ നിന്ന് ഒരു സ്റ്റാഫിനെ പോലും നമുക്ക് എവിടെയും കാണാൻ കിട്ടില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോട്ടൽ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദിസ് ഈസ് മൈ റൂം. ഇവിടെ ഞാനൊരു സിംഗിൾ റൂമാണ് ബുക്ക് ചെയ്തത്. ഇവിടെ വിൻഡോ ഉണ്ടോയെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ റൂമിൽ എനിക്ക് വിൻഡോ ഇല്ലായിരുന്നു. ഇതൊരു കുഞ്ഞു റൂമടാ, ചെറിയ കുഞ്ഞു റൂം. ഇവിടെ ഭയങ്കര റേറ്റാണ് കേസ് ഹോട്ടലിന്. ഇവിടെ ഭയങ്കര റേറ്റാണ്. ഇവിടെ ഒരു 10,000 രൂപയെങ്കിലും ഇല്ലാതെ ഹോട്ടൽ കിട്ടൂല, അതുപോലെ റേറ്റാണ്. ഞാൻ നോക്കിയതാണ്. ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിനും വീണ്ടും റേറ്റ് കൂടും. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തി. അപ്പോൾ ഓസ്ലോയുടെ വിശേഷങ്ങൾ, നോറയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. See you then tomorrow. Bye.